സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു തുള്ളി കണ്ണുനീർ പോയാൽ പോലും അവർക്ക് പ്രശ്നമല്ല. അവിടെ ചങ്കിന്ന് രക്തം പോയാൽ അവർക്ക് വിഷയമല്ല. കാരണം അവർക്കെന്തറിയോ, അവരെ സംബന്ധിച്ച് അവരുടെ വ്യവസായമാണ് ഈ കോറി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കോറി എന്ന് പറഞ്ഞ വ്യവസായമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പല മേഖലയിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരോട് സംസാരിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് 2-3 കോറി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മണ്ണൂർ കോറി ഉണ്ടായിരുന്നു, ലക്കിടി ഉണ്ടായിരുന്നു. അവിടെയൊന്നും ഇപ്പൊ കിണറ് നടക്കുന്നില്ല. കാരണം പല പ്രശ്നങ്ങൾ, പല കാരണങ്ങളുണ്ടാക്കൊണ്ട് ഇത് നിർത്തിവെച്ചു. പാലക്കാട് പ്രാരി എന്ന സ്ഥലത്ത് അടുത്ത് ജനങ്ങളെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ട എന്ന ഇടപെട്ട് അത് നിർത്തിവെച്ചു. പക്ഷെ ഈ പറയുന്ന വെണ്ണടിയിൽ നിർത്തിവെക്കാൻ അവർക്ക് പറ്റില്ല. സ്റ്റോപ്പ് മെമ്പർ ഞങ്ങൾ വേറെ കൊടുത്തു. ചോദിച്ചപ്പോൾ ഞങ്ങൾ കൊടുത്തു, എന്നിട്ട് അവർ കൊണ്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്പർ കൊടുത്തൊരു കോറിയാണ്. ഇപ്പോ 1 മാസക്കാലം മുമ്പ് സ്റ്റോപ്പ് മെമ്പർ കൊടുത്തു. ഇനി നിങ്ങളെ പൊട്ടിക്കില്ല. ഇപ്പോഴും രാവിലെ അടക്കം 9-10 മണിക്കിടയിൽ ഇതാ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കോ 3 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് സുഖമായി കാണുന്നത്. പക്ഷെ ഈ പൊട്ടിക്കുന്നതുകൊണ്ടും ജനങ്ങളുടെ ജീവിതം, തൊഴിലിനും സ്വത്തിനും അവകാശങ്ങൾ മുഴുവൻ ഇപ്പൊ ഏകദേശം നമ്മൾ ഈ 2 ദിവസം മുമ്പ് ഒരു പത്രങ്ങൾ ഇന്നലെ മനോരമയിലും മാതൃഭൂമിയിലേക്ക് റിപ്പോർട്ട് ചെയ്തു. 6-7 കോടി മുകളിൽ നഷ്ടപരിഹാരം ആളുകളായിട്ട് ആൾക്കാർ പറഞ്ഞു കൊടുക്കുകയായി. ഇപ്പൊ 2 മാസം 2 കൊല്ലമൊക്കെ വീട് വെച്ച ആൾക്കാരുടെ വീടുകൾ കണ്ടറിയാം. വിണ്ട് കീറിയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, മഴ പെയ്തിട്ട് പാടങ്ങൾ മഴ പെയ്യാതെ കൊല്ലങ്ങളായി കൃഷി ചെയ്യാതെ പാടങ്ങളിൽ പോയി നോക്കിക്കറിയാം, വിണ്ട് കീറി നിൽക്കുന്ന പോലെ. ഓരോ ജനങ്ങളുടെ ഇടയിൽ ഈ ഹൃദയത്തിൽ വിണ്ടുകളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിണ്ട് കയറിയ സംഭവങ്ങൾ ജനങ്ങൾ എന്ന് അവസാനിക്കുന്നത്, ഈ പഞ്ചായത്ത് ഭരണം അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇത് എന്ന് അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ നിമിഷം മതി ഇവർക്ക് ഇത് അവസാനിപ്പിക്കാൻ. ജനങ്ങൾക്ക് അവിടെ സൗകര്യം ചെയ്യുക. നമ്മൾ ഇത്രയുള്ള പ്രദേശത്ത്, വെങ്ങനെയുള്ള ആൾക്കാരുടെ പ്രദേശത്തും ഇവിടെ നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ എനിക്കറിയാം. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോലും നമ്മൾ ഈ പഞ്ചായത്തിന് ധാരണ കൊടുത്താണോ നമ്മൾ ഇതിനു മുമ്പോ, അതായത് 2017 ശേഷം അതിന് മുമ്പോ ഒന്നും നമ്മൾ വന്നില്ല. കാരണം പറയൂ, നമ്മൾക്ക് അതിനുള്ള ആവശ്യം വന്നിട്ടില്ല. പോലീസ് സ്റ്റേഷൻ കയറാൻ ആവശ്യം വന്നിട്ടില്ല. നമുക്കൊരിക്കലുമില്ല. കാരണം അവിടെ സാധാരണ പ്രവർത്തകരാണ്. അവർക്ക് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന അവർ ഓരോ ദിവസം അവരുടെ ജീവിതം അന്നം ഉണ്ണാൻ വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കാൻ പോകുന്നത്. ഇപ്പൊ അവർക്ക് പണിക്ക് പോകുമ്പോൾ പേടിയാണ്. കാരണം എന്തറിയോ, ഇപ്പൊ നമ്മുടെ പേരെടുത്ത് പറയാമെന്ന് നമ്മുടെ രാമുവിന്റെ വീട്, ആ കുട്ടിക്ക് മൈഗ്രെയിന്റെ അസുഖമുണ്ട്. നിങ്ങൾക്കറിയാം, ഡോക്ടർ സുരേഷ് ഇവിടെ നിങ്ങൾക്കറിയാം, ENT സ്പെഷ്യലിസ്റ്റ് പോകാനാണ്. സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്താ അറിയോ, രാവിലെ ആ കുട്ടി പഠിക്കുന്ന +2 വന്നിട്ടുണ്ട്. ആ കുട്ടി പഠിക്കാൻ പോലും അവർക്ക് സമയമില്ല. രാവിലെ ഈ ചെവിയിലിടയിൽ ഡ്രില്ലർ മെഷീൻ കൊണ്ടിരിക്കുന്നത്, അത് സൗണ്ട് അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, ആ കുട്ടിയുടെ മൂക്കിന്ന് 2 പ്രാവശ്യം ബ്ലഡ് വന്നു. ഡോക്ടർ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അവിടെ വാടകയ്ക്ക് പോകണം, അല്ലെങ്കിൽ ആ സ്ഥലം വേണ്ട വെച്ച് നിൽക്കണം. കാരണം അറിയോ, അവിടെ നിന്നാൽ ആ കുട്ടിയുടെ ഇത് അവർക്ക് പറയാൻ പറ്റില്ല. മൈഗ്രെയിനുള്ള കുട്ടി അവര് കഷ്ടപ്പെട്ട് പണിയെടുത്ത് എങ്ങനെയൊക്കെ കള്ളക്കടം മേടിച്ച് ആ വീടും സ്ഥലവും മേടിച്ച് അവർക്ക് സ്വൈര്യമായി അവിടെ ജീവിക്കാൻ അവരുടെ സ്ഥലം വിട്ട് ഇവിടുന്ന് പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓരോ ആൾക്കാരോടും, ഈ പറയുന്ന വെണ്ണടി നിൽക്കുന്ന ഓരോ ആൾക്കാരോടും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എത്ര